ഞാൻ ഇന്നലെ അനുവിനെ കണ്ട് സംസാരിച്ചിരുന്നു. ഷോപ്പിൻ്റെ പേരിൽ രഘുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ 25 ലക്ഷം രൂപ ഞാൻ കൊടുക്കാച്ച. അതിന് ഷോപ്പിന്റെ കാര്യത്തിൽ ദാസ് ഉണ്ടാക്കിയ വ്യവസ്ഥ അതല്ലല്ലോ ഇന്ദ്ര. അത് സാരമില്ല അച്ഛ. രഘു അത് പ്രതീക്ഷിച്ചതല്ലേ. ദാസങ്ങളും അമ്മയും തൽക്കാലം ഒന്നും അറിയാതിരുന്നാൽ മതി. രഘുവിനും അമ്പളിക്കും അനുപമയോടുള്ള തെറ്റിദ്ധാരണയും അതോടെ മാറും. അനുദിനെ സമ്മതിച്ചോ? അനു തന്നെയാ ഇങ്ങനൊരു കാര്യം ആദ്യം സൂചിപ്പിച്ചത്. പകരം അവൾക്ക് എല്ലാ മാസവും ഞാൻ കൊടുക്കേണ്ടത് വേണ്ടെന്ന് വയ്ക്കാമെന്നും അവള് എന്നോട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, അതും ഞാൻ കൊടുത്തോളാം. അനുവിനും മോനും ജീവിക്കാൻ വേണ്ടിയല്ലേ. അത് വേണ്ട ഇന്ദ്ര. ദാസ് പറഞ്ഞത് പ്രകാരം നീ അനുപമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് മാത്രം മുടങ്ങാതെ കൊടുത്താൽ മതി. രഘുവിന് കാശ് കൊടുക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴിയാച്ച? എന്തിനിരിക്കെ ഇത് നോക്ക്. ഇതിൽ എന്റെ ലക്ഷ്മിയുടെ 101 പവൻ ആഭരണങ്ങളാ. മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ മുത്തശ്ശിയും കുഞ്ഞമ്മയും കഴിഞ്ഞ വരവിന് എന്നെ ഏൽപ്പിച്ചതാ. തൽക്കാലം ഇത് പണയം വെച്ച് രഘുവിനെ സഹായിക്കാനാ എന്റെ തീരുമാനം. ഇന്ദ്രന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. രഘുവിന് കൊടുക്കാൻ ഒരു 25 ലക്ഷം രൂപ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങി ഇന്ദ്രനും അതൊരു ബാധ്യതയാവണ്ട. എന്തു പറയുന്നു? അല്ല, അച്ഛൻ്റെ ഇഷ്ടം. അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അതുപോലെ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇപ്പോ എന്റെ അഭിപ്രായം ഇതാ. നാളെ ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ ഇന്ദ്രനെ വിളിച്ചോളാം. ശരി അച്ഛാ. ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ കാണാം. ആയിക്കോട്ടെ, പോയിട്ട് വാ. ശരി അച്ഛാ.